അഭിമാനത്തിനേറ്റ ക്ഷതമാണ്. അമേരിക്കയെ മുൾമുനയിൽ നിർത്തി മരിക്കുന്നെങ്കിൽ ഞങ്ങൾ മരിക്കും, നിങ്ങളെ കൊല്ലാൻ പറ്റുമെങ്കിൽ പരമാവധി ആളുകളെ കൊല്ലും, ഗൾഫ് മേഖല കത്തിക്കും എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു ഇറാനെ കളിയാക്കുന്ന രീതിയിൽ ഈ സമാധാന ചർച്ചയിൽ, ഈ സമാധാന ഡീലിൽ അവരെ കുരുക്കിയിട്ടു എന്ന ഒരു വലിയ ആക്ഷേപം ഉണ്ടായി ലോകം മുഴുവൻ. നിങ്ങൾ നാണക്കേട് കാണിച്ചത്, നിങ്ങൾ ലെബനന് വേണ്ടി വെടിനിർത്തി അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇറാൻ അനുകൂല ട്വിറ്റർ ഹാൻഡിലുകളിലും ഒക്കെ അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇതാണ് പ്രശ്നമായത്. അതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു പോവുകയും ഇറാൻ്റെ പഴയ നിലപാടിലേക്ക് തിരിച്ചു പോകുകയും ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറാനിലെ ഗേൾസ് ഡേയിൽ പിങ്ക് കളറടിച്ച കാമിക്കാസി ഡ്രോണുകളുടെ വലിയ ശേഖരം, മീനിൻ്റെ രൂപത്തിൽ ഉള്ള ഡ്രോണുകൾ, കടലിലൂടെ സഞ്ചരിക്കുന്ന ഡ്രോണുകളുടെ വലിയ വീഡിയോ, ഇതൊക്കെ ഇറങ്ങിയിട്ട് അവിടെ വീണ്ടും യുദ്ധത്തിനുള്ള പോർവിളി തുടങ്ങിക്കഴിഞ്ഞു. ഈ ഒരു 2 ആഴ്ചത്തെ ഒരു താൽക്കാലിക വെടിനിർത്തൽ ഇറാൻ ആശ്വാസമാണ് ഉണ്ടാക്കിയത്. ഇറാൻ കുറച്ചുകൂടി വഴങ്ങും എന്ന് മനസ്സിലാക്കിയെടുത്തുനിന്ന് എന്നാൽ കാണിച്ചു തരാമെന്നുള്ള അഭിമാനത്തിനേറ്റ ക്ഷതത്തോടുകൂടി ഇറാനെ കൂടുതൽ ക്രുദ്ധരാക്കുന്ന ഒരു നിലപാടിലേക്കാണ് എത്തിയത്. അപ്പോൾ ഇറാൻ വീണ്ടും പഴയ നിലപാടിലേക്ക് എത്തി. അമേരിക്ക അവരുടെ 1ാം ഘട്ട ഉദ്യോഗസ്ഥരെ അയച്ചു കഴിഞ്ഞു. സത്യത്തിൽ JD വാൻസ്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ്, തിങ്കളാഴ്ച തന്നെ, ഞായറാഴ്ച രാത്രിയോ തിങ്കളാഴ്ചയോ അവിടെ എത്തേണ്ടതാണ്, വന്നില്ല. കാരണം ഇറാൻ വരില്ല എന്ന് ഏതാണ്ട് ഉറപ്പായ സാഹചര്യമുണ്ട്. അപ്പോൾ പിന്നെ നാണക്കേടാവുമല്ലോ വൈസ് പ്രസിഡന്റ് വന്നാൽ. ഫലത്തിൽ വീണ്ടും എണ്ണവില കയറുന്നു. ഹോർമൂസ് കടലിൽ തന്നെ അവിടെയും ഇവിടെയും കപ്പലുകൾ കൂട്ടം കൂട്ടമായി കിടക്കുന്നു. ഒരു പ്രകോപനം കൂടി കൂട്ടി ഇറാൻ്റെ കപ്പലുകൾ ലോകവ്യാപകമായി പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലേക്ക് അമേരിക്ക കടക്കുകയും ചെയ്തു. ഒരു കപ്പൽ പിടിച്ചെടുത്ത് കഴിഞ്ഞ് കൂടുതൽ കപ്പലുകൾ പിടിച്ചെടുക്കാൻ പോവുകയാണ്. ചുരുക്കത്തിൽ അടുത്ത ശങ്കരൻ വീണ്ടും തെങ്ങിലാണ്, പഴയ യുദ്ധത്തിലേക്കും വളരെ വലിയ യുദ്ധത്തിലേക്കും കിടക്കുകയാണ്. ബുധനാഴ്ചയാണ് ഒറിജിനൽ വെടിനിർത്തലിൻ്റെ കാലാവധി അവസാനിക്കുന്നത്. വലിയ യുദ്ധത്തിലേക്ക് പോകാനാണ് സാധ്യത. ലോകരാഷ്ട്രങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്ന ഇപ്പോൾ ഇറാൻ്റെ പുറത്താണ്. അമേരിക്കയെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം അതിനു മുമ്പ് വരെ എല്ലാം വളരെ വ്യക്തമായിരുന്നു. ഇപ്പോൾ ലെബനനുമായുള്ള വെടിനിർത്തൽ ഹിസ്ബുള്ളയുമായി ചർച്ചയെ നടത്തിയില്ല. ഹിസ്ബുള്ളയുമായി നടത്തുന്ന യുദ്ധത്തിൽ ഇസ്രായേൽ എങ്ങനെ പിന്മാറിയത്? ലെബനനിലെ അവിടുത്തെ സർക്കാരുമായി എല്ലാം കോംപ്രമൈസാണ്, ഞങ്ങളിനി വെടിയില്ല എന്ന് പറഞ്ഞ് അവർ പിന്മാറുകയാണ് ചെയ്തത്. അങ്ങനെ പോലും ഇസ്രായേലിനെ അനുനയിപ്പിക്കാനുള്ള ഒരു വലിയ വിട്ടുവീഴ്ച ഇസ്രായേലും അമേരിക്കയൊക്കെ ചെയ്തതിന് ശേഷം ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പണി ചെയ്യുകയും ഈ പരിപാടി മുഴുവൻ കുളമാവുകയും ഇപ്പോൾ പാകിസ്ഥാൻ്റെ മുനീർ എന്ന് പറയുന്ന അവരുടെ സൈനിക മേധാവി പറഞ്ഞു, നിങ്ങൾ നേവൽ ബ്ലോക്കേഡ് നിർത്തിയില്ലെങ്കിൽ ഇത് കുളമാകുന്നതാണ്. കുളമാകുന്ന എല്ലാവർക്കും അറിയാം. ബോൾ വീണ്ടും ട്രംപിൻ്റെ കോർട്ടിലെത്തി. ഇറാനല്ല അമേരിക്കയാണ് ഇത് കുളമാക്കിയതെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായി. പ്രഷർ അമേരിക്കയുടെ പുറത്ത് പോവുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭ്രാന്തൻ്റെ യുദ്ധത്തിലെ അടുത്ത കൈവിട്ട കളി കാരണം വീണ്ടും വലിയ പ്രതിസന്ധിയിലേക്ക് ലോകം പോകുന്നു. എണ്ണ വിപണി പഴയതുപോലെ എണ്ണവില കുതിച്ചുയരുന്നു. നമുക്കിപ്പോഴും മനസ്സിലാകുന്നില്ല അമേരിക്കയുടെ ഗെയിം പ്ലാൻ എന്താണ്. ഒരു പക്ഷേ ഈ ഭ്രാന്തന് ഒരു ഗെയിം പ്ലാനേ ഇല്ലെങ്കിലോ നമുക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഈ ടാരിഫിനെ കുറിച്ചാണ് കഴിഞ്ഞ വർഷം ഈ സമയം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ടാരിഫ് എവിടെ പോയി? ടാരിഫിലെ അമേരിക്കയിലെ കോട്ടെടുത്ത് ദൂരെ കളഞ്ഞു. ആ ടാരിഫ് യുദ്ധം അവസാനിച്ചു. എന്തിനായിരുന്നു? അത് തീർന്നു എന്ന് പറയുന്നത് പോലെ കോടാനുകോടി രൂപയുടെ നഷ്ടവും ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവനും അവരുടെ അധ്വാനവും എല്ലാം തകർത്തതിന് ശേഷം ഇറ്റ്സ് ഗോൺ എന്ന് പറഞ്ഞാൽ അടുത്ത പരിപാടിയിലേക്ക് പോയാൽ ലോകത്തിൽ നോക്കി നിൽക്കാനേ പറ്റും.